വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ തുണി വേണ്ട ആവശ്യമില്ല. ഇത് 1 മീറ്റർ തുണിയിലാണ് ഞാൻ ഇത് ചെയ്തത്. 1 മീറ്റർ തുണിയാണ് ഈ വിരിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ രണ്ടാക്കി മടക്കുകയാണ്. ഫുള്ളായിട്ടുള്ള ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ട് ഇത്രയും ഒരു ഭാഗമാണ് രണ്ടാക്കി മടക്കി വെക്കുന്നത്. ഇങ്ങനെ രണ്ടാക്കി മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടെ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കുക. ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആദ്യം ഒരു തുണിയിൽ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നതാണ്. മുൻപിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ട് അങ്ങ് സൈഡിലേക്കാണ് ഈ കട്ട് ചെയ്ത പീസ് വെക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ബോഡി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ഞാൻ കഴുത്ത് അകലം ഒരു 2 ഇഞ്ചും കഴുത്തിറക്കം ഒരു 4 ഇഞ്ച്, ഷോൾഡർ 2.5 ഇഞ്ച്, കൈക്കുഴി 5.5 ഇഞ്ച് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെഞ്ചളവ് 7 ഇഞ്ച്. നെഞ്ചളവിന് താഴെ 6 ഇഞ്ചും കൂടെ കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി. ഇനി ഇത് തുണി മടിക്കതിൻ്റെ അറ്റത്തേക്ക് ഇതേപോലെ നീക്കി വെക്കുക. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് കഴുത്തിറക്കം 4 ഇഞ്ചല്ലേ, അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നേരെ മറ്റേ കഴുത്തിൻ്റെ അവിടേക്ക് നേരെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി കഴുത്തകലം 2 ഇഞ്ചുള്ളടുത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. ആ കട്ടിങ്ങിൻ്റെ ഇപ്പുറത്ത് ഉള്ള ഭാഗം നമ്മൾ ഞൊറിയിടും. അതായത് കഴുത്തകലം ഒരു 2 ഇഞ്ചുള്ളടുത്ത് നിന്ന് ഒരു 6 ഇഞ്ച് വരെയൊക്കെ എടുക്കുക ഞൊറിയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കഴുത്തകലം 2 ഇഞ്ചുള്ളടുത്ത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഞൊറിയിട്ട് കൊടുക്കണം. കഴുത്തിൻ്റെ ഈ അറ്റത്തും നടുവിലായിട്ട് വരുന്ന ഇവിടെയും ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് സൈഡിൽ നിന്ന് വെട്ടി മാറ്റിയ തുണി ഇതേപോലെ ഒന്ന് ഒപ്പിച്ച് മുറിച്ചെടുത്തിട്ട് 2ആക്കി മുറിച്ചെടുക്കണം. 2 സൈഡിലും അടിഭാഗത്ത് മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഈ പീസ് ഇതേപോലെ വെച്ചിട്ട് ഇതേ അളവിൽ ലൈനിങ് വെട്ടിയെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് നടുവിൽ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നടുവിൽ ഒരു അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്ക് 3 ഞൊറി ഇട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് 3 ഞൊറി ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നടുവിൽ ഞൊറിയുമ്പോൾ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ലൈനിങ്ങിലേക്ക് തുണി വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൈനിങ്ങിൻ്റെ മേലെ നല്ല വശം ലൈനിങ്ങിനോട് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് കഴുത്തിനും ഷോൾഡറിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ സൈഡിലൂടെയും കഴുത്തിൻ്റെ സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കണം. എന്നിട്ട് കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് വെട്ടി കൊടുക്കണം. സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് പൊട്ടിപ്പോവാതെ തയ്യൽ തുമ്പൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഇത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ സൈഡിലൂടെയും കൈക്കുഴീൻ്റെ സൈഡിലൂടെയും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്ക് പീസും നമുക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസ് അടിച്ച് മറിക്കാനായിട്ട് ലൈനിങ്ങിന്മേൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഞാനൊരു കയറ് വെക്കുന്നുണ്ട്. ആ കയറ് കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ കൈക്കുഴിയും കഴുത്തും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങിൻ്റെ കഴുത്തൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഈ മേലത്തെ തുണി ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ ഈ മറ്റേ ഷോൾഡറിൻ്റെ ബാക്ക് വശത്തെ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ ഒരു പിന്ന് വെച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് പിന്നെ ഈ ഷോൾഡർ തമ്മിൽ ഇവിടെ കൂട്ടി അടിച്ചു കൊടുക്കുക. തുണി ഇതുപോലെ വെക്കുമ്പോൾ എപ്പോഴും ലൈനിങ്ങിനോട് ചേരുന്ന രീതിയിലും നല്ല തുണിയിനോട് ചേരുന്ന രീതിയിലും വെക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ തന്നെ 2 സൈഡും ഇതുപോലെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായി കിട്ടും. ഇനി നിവർത്തി കൊടുത്താൽ ഇതേപോലെ കിട്ടും. തയ്യൽ തുമ്പൊന്നും കാണൂല, അതൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്ക് കഴുത്തിന് പതിച്ച് അടിച്ചു കൊടുക്കണം. ബാക്ക് കഴുത്തും കൈക്കുഴിയും പതിച്ചടിച്ചു കൊടുക്കുക. അതിന് ശേഷം കൈക്കുഴി തമ്മിൽ യോജിപ്പിച്ചിട്ട് സൈഡിലൂടെ അടിച്ചു കൊടുക്കണം. ഇതേപോലെ ബാക്ക് കൈയിൻ്റെയും
ഫ്രണ്ട് കൈയിൻ്റെയും കൈക്കുഴി തമ്മിൽ ഒപ്പിച്ച് പിടിച്ചിട്ട് ഇതേപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ സൈഡിൽ നിന്ന് വെട്ടിയ തുണിയില്ലേ, അത് ഈ അടിഭാഗത്ത് ഒന്ന് ഏച്ച് കൊടുക്കുകയും കൂടെ ചെയ്താൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ 3 ബട്ടൺസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടൺസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് കഴിയും. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊരു പണിയുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.